ഉണ്ടെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇവിടുത്തെ നന്മയാ വിഷയം. ഹല്ലേലൂയ. ഇതാ ഇവിടെ ദുരാഗ്രഹികളായിട്ട് നിലവിളിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോഴെന്തുണ്ടെന്നുള്ളതാ വിഷയം. ഹല്ലേലൂയ. ലഭിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടല്ല ദൈവമൊക്കെ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോഴെന്തുണ്ടെന്നുള്ളതാ വിഷയം. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്നത് നല്ലൊരു ദേശത്തേക്കല്ല ഞാൻ നിന്നെ കൊണ്ടുപോകും. നിന്നെ കൊണ്ടുപോകും എവിടേക്കാ? അമ്മേ സ്തോത്രം. സമൃദ്ധിയുടെ ഒരു ദേശത്തേക്ക്, നന്മയുടെ ഒരു ദേശത്തേക്ക് അമ്മ നിന്നെ ഞാൻ കൊണ്ടുപോകുക. വായിച്ചാട്ടെ. അത് താഴ്വരയിൽ നിന്നും മലയിൽ നിന്നും പുറപ്പെടുന്ന നീരൊഴുക്കുകളും ഉറവുകളും അമ്മേ തടാകമുള്ള ദേശം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സുഭിക്ഷമായ ഉപജീവനം കഴിയുന്ന ദേശത്തേക്ക് അതിനെ കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ, അത് സുഭിക്ഷിതമായി ജീവിക്കാവുന്ന സകല ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു ദേശമാണ്. മരുഭൂമി യാത്രയെ നീ കരയണ്ട. ഈ മരുഭൂമി യാത്ര നീ വെറുതെ കണ്ട. അമ്മേ സ്തോത്രം. ഇന്നത്തെ ആവശ്യത്തെ കുറിച്ച് കരയണ്ട. നിന്റെ മുൻപിൽ ഒരു നല്ല ദേശം നീ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു സമൃദ്ധിയുടെ ജീവിതം ഈ ഭൂമിയിൽ എന്റെ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർക്ക് മരുഭൂമിയിൽ കിടക്കുന്നവരോട് പറയുക, അമ്മേ സ്തോത്രം, സുരക്ഷിതമായി ജീവിക്കാവുന്ന ഒരു നന്മ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. വിളിക്കുന്നതിന് മുന്നേ വാഗ്ദത്തം ഒരുക്കി വെച്ചിട്ടാ വിളിച്ചത്. ഭവനത്തിൽ നിന്ന് വിളിച്ചിറക്കുന്നതിന് മുൻപ് എന്റെ ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ട് ഇറക്കിയത്. വിശ്വസിക്കുന്നവർ കൈകൊണ്ട് ഈ മരുഭൂമിയിൽ കിടന്ന് വിറുവിറുക്കാനല്ലല്ലോ ദൈവം നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. സ്വർഗീയ സന്തോഷം മാത്രം തരാമെന്ന് പറഞ്ഞല്ലല്ലോ ദൈവം വിളിച്ചത്. ജീവനും ഭാഗ്യവും വേണ്ടത് സകലതും അവൻ നൽകി തന്നിട്ടുണ്ട്. സുഭിക്ഷിതമായ ഒരു ജീവിതം മുന്നിലുണ്ടെന്ന് രാത്രികാലം വിശ്വസിക്കുക. അനുഗ്രഹത്തിന്റെ ഒരു നന്മ. അമ്മേനൊരു കലവറ ദൈവം തുറന്നു തരാൻ മതിയായവൻ. അമ്മേ സ്തോത്രം. ദുരാഗികളായിരുന്ന മനുഷ്യൻ അമ്മേ സ്തോത്രം ഇറച്ചിക്ക് വേണ്ടി നിലവിളിക്കുക, പിറുപിറുക്കുക. ഹല്ലേലൂയ. അമ്മ വിഷയം ദൈവസന്നിധിയിലെത്തി. അമ്മ മോശ പറഞ്ഞു, ദൈവമേ യഹോവേ നീ എന്നെ വലച്ചതെന്ത്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവദാസന്മാരുടെ നിലവിളി ആരും കേൾക്കത്തില്ല. ഹല്ലേലൂയ. ജനത്തിന്റെ കഷ്ടതകൾ കൂടി വരുമ്പോൾ, ജനത്തിന്റെ കണ്ണുനീര് കൂടി വരുമ്പോൾ ദൈവദാസന്മാരെ മാറത്തടിക്കും. ഹല്ലേലൂയ. രാത്രിയുടെ യാമങ്ങളിൽ മുട്ടതിരുന്നുകൊണ്ട് നിലവിളിക്കാം. ഹല്ലേലൂയ. എന്റെ ദൈവമേ നീ എന്നെ വലച്ചതെന്ത്. കാരണം ജനം പ്രസംഗിച്ചാലും പ്രസംഗം കേൾക്കാൻ പറ്റത്തില്ല. കാരണം ടെൻഷനാ. സ്വോത്രം പറയാനും മറന്നു പോകും. ടെൻഷനാണ്. ആത്മീയ ജീവിതത്തിന്റെ വഴി പലപ്പോഴും അമ്മ വഴിമുട്ട നിൽക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. ഹല്ലേലൂയ. എന്നാൽ പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി സമൃദ്ധമായ ഒരു ദേശം എന്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ആത്മീയ കണ്ണിലത് കണ്ടോണം. ഹല്ലേലൂയ. ആത്മീയ യാത്രയിൽ ആത്മീയ കാഴ്ചപ്പാടുള്ളവരെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ നല്ല നന്മകളെ കാണുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അമ്മേ സ്തോത്രം. കണ്ണിങ്ങോട്ട് നടക്കുവാനല്ല, അമ്മ കണ്ണ് തുറന്ന് നടക്കണം. ഹല്ലേലൂയ. ആന്തരികമായ കണ്ണ് തുറന്ന് വരട്ടെ. അമ്മ ദൈവിക നന്മകൾ പുറപ്പെട്ടു വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ നന്മകൾ കാണുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അമ്മേ ഒരുക്കപ്പെട്ടിരിക്കുന്ന നന്മകൾ മുന്നിലുണ്ടെന്ന് വിശ്വസിച്ചാട്ടെ. അത് പ്രാപിക്കാൻ പോകുന്നെന്ന് വിശ്വസിച്ചാട്ടെ. ചിലതിനെ തുറന്നു തരുവാൻ, ചിലതിനെ പുറപ്പെടു വയ്ക്കുവാൻ, ചിലതിനെ കൊണ്ടുവരുവാൻ എന്റെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. വിഷയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലെത്തിയപ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞു. സംഖ്യാപുസ്തകം 18-ാം വാക്യം. എന്നാൽ ജനത്തോട് നീ പറയേണ്ടത് നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അവൻ പൂർണ്ണമായി തീർത്തു തരുന്ന ദൈവമാണ്. നിലവിളി ഉയർന്നപ്പോൾ ദൈവം ഇങ്ങനെ പറയുന്നു, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. എന്നാൽ നിങ്ങൾ ഇന്ന് രാത്രികാലം നിങ്ങളുടെ വിഷയം എന്ത് തന്നെയാണെങ്കിലും, ഇന്ന് രാത്രികാലം നിങ്ങൾ കരയുന്ന വിഷയം എന്ത് തന്നെയാണെങ്കിലും, ഇന്ന് രാത്രികാലം നിങ്ങൾ വെറുപെറുക്കുന്ന വിഷയം എന്ത് തന്നെയാണെങ്കിലും, എന്റെ ദൈവം ഇന്ന് രാത്രികാലം നിങ്ങളോട് ദൂത് പറയാനുണ്ട്. ഇന്ന് രാത്രികാലം ശുദ്ധീകരിക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ നാളെ രാവിലെ നന്മ കാണുവാനിടയായിട്ട് ദൈവത്തിന്റെ നന്മ വിദൂരമല്ല. ദൈവം നന്മയെ പുറപ്പെടുവിക്കുന്നവനാ. എന്റെ ദൈവം കണ്ടീഷൻ വയ്ക്കാതെ പ്രവർത്തിക്കത്തില്ല. എന്റെ ദൈവം യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിച്ചു, നീ എന്നിലും എന്റെ വചനം നിന്നിലും വസിക്കുന്നുവെങ്കിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തോടുള്ള ദൃഢമായ ബന്ധത്തിൽ ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ പാരമ്പര്യത്തിന്റെ ചട്ടക്കൂടിനകത്ത് കിടക്കാതെ, വ്യക്തിബന്ധങ്ങളുടെ ചട്ടക്കൂടിനകത്ത് കിടക്കാതെ, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രികാലം
രാത്രികാലം ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വന്നാൽ, ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വന്നാൽ, ഒരു ശുദ്ധീകരണത്തിന് ദിവസം ഏൽപ്പിച്ചു കൊടുത്താൽ, അവൻ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇന്ന് രാത്രികാലം നിന്റെ കണ്ണുനീരിനെ തുടച്ച് സമൃദ്ധിയാക്കി മാറ്റുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിലുണ്ട്. നാളത്തേക്ക് നിങ്ങളെ തന്നെ ഒരു ശുദ്ധീകരണം വേണം കേട്ടോ. ജീവിതത്തിൽ ഒരു രൂപാന്തരം വരണം. ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരണം. അവൻ യേശുവിനോട് കൂടെ വസിക്കണം. ഹല്ലേലൂയ. അവൻ യേശുവിനുള്ളിൽ വസിക്കണം. ഹല്ലേലൂയ. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കണം. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം പറയുന്നു, നിന്റെ കണ്ണുനീരിന് മറുപടി വരാൻ പോകുക. നിന്റെ കണ്ണുനീരിന് മറുപടി വരാൻ പോകുക. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം വളരെ ശക്തമായി വിളിച്ചു പറയുന്നത്, ശുദ്ധീകരിച്ച, ക്രമപ്പെടുത്തിയ, ഒന്നുകൂടെ ഒന്ന് താഴ്ത്തിക്കൊടുത്താൽ, ഒന്നുകൂടെ ഒന്ന് മാനസാന്തരപ്പെട്ടാൽ, ഒന്നുകൂടെ ഒന്ന് ക്രമീകരണം ചെയ്താൽ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. താഴ്ത്തി വായിച്ചോട്ടെ. എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ഇസ്രായേലിൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു. യഹോവ കേട്ട് കരഞ്ഞുവല്ലോ. ആകയാൽ യഹോവ നിങ്ങൾക്ക് ഇറച്ചി തരികയും നിങ്ങൾ തിന്നുകയും ചെയ്യും. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, ഒരു മാസം മുഴുവനും തന്നെ അത് നിങ്ങളുടെ മൂക്കിൽ കൂടെ പുറപ്പെട്ട് നിങ്ങൾക്ക് ഓക്കാനം വരുവോളം നിങ്ങൾ തിന്നും. കരയുന്ന ജനത്തോട് ഇന്ന് രാത്രികാലം ദൈവത്തിന് പറയാനുണ്ട്. മരുഭൂമിയിൽ കിടന്ന് കരയുന്ന, നിലവിളിക്കുന്ന, പിറുപിറുക്കുന്ന ജനത്തോട്, അമ്മ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അമ്മ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ ജീവിതത്തിൽ നിന്ന് ഒരു വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു സമൃദ്ധി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രികാലം പറയുവാനുള്ളത്, ഒരു ശുദ്ധീകരണം പ്രാപിച്ചാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഒരു ശുദ്ധീകരണത്തിലൂടെ ചില നന്മകൾ പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അവന്റെ ദൈവത്തിന്റെ വചനം പറയുന്നു, അത് ഒരു ദിവസമല്ല. പ്രൈസ് ദി ലോർഡ്. ഈ നന്മ ഒരു ദിവസത്തേക്കല്ല, ഈ നന്മ 2 ദിവസത്തേക്കല്ല, ഈ നന്മ 5 ദിവസത്തേക്കല്ല, ഈ നന്മ 10 ദിവസത്തേക്കല്ല, ഈ നന്മ 20 ദിവസത്തേക്കല്ല, ഒരു മാസം മുഴുവനും. എന്റെ ദൈവം ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നാൽ, ആമേൻ, സ്തോത്രം, സ്ഥലം മതിയാകാതെ വരുവോളം അവൻ നിറയ്ക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. കിളിവാതിലെ തുറന്ന് സമൃദ്ധി വരുവോളം നിറയ്ക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ദൈവം പറയുന്ന, ഹല്ലേലൂയ, ശുദ്ധീകരിക്കുന്ന ദൈവജനമേ, അവൻ മാസം മുഴുവനും നിന്റെ നന്മ നിന്ന് പോകത്തില്ല. ഹല്ലേലൂയ. മാസം മുഴുവനും നിന്റെ നന്മ നിന്ന് പോകത്തില്ല. അത് മൂക്കിക്കിടറങ്ങി ഓക്കാനം വരും. അത് മൂക്കിക്കിടറങ്ങി അല്പത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ ആമേൻ, സ്തോത്രം, ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം വരുവാൻ ചെയ്യുവാൻ ആമേൻ കഴിയുന്ന വ്യാപാര ശക്തി എന്ന് എഫെസ്യർ 3:20 നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ. അല്പമേ ചോദിക്കുന്നുണ്ടെങ്കിൽ സമൃദ്ധമായി തരുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. മൗനമായിരിക്കരുത്. ഇന്ന് രാത്രികാലം ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് രാത്രികാലം ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. നിങ്ങൾ കൂടെ നിന്ന് സ്തോത്രം പറഞ്ഞോണം. അവൻ നാം യുദ്ധകളത്തിലാണ് ഇരിക്കുന്നത്. ചിലരെ തകർത്തുകൊണ്ട് ദൈവം നന്മ പുറപ്പെടുവിക്കാം. ചില വൈശാചിക മുദ്രകളെ തകർത്ത് ദൈവം നന്മ പുറപ്പെടുവിക്കാം. ഇന്ന് രാത്രികാലം പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവം പറയുന്നു, അമ്മേ, സ്തോത്രം, മരുഭൂമിയിൽ നിനക്ക് നന്മ കടന്നു വരാൻ പോകുക. അവൻ നീരിക്കുന്ന പാളയത്തിലേക്ക് നന്മ കടന്നു വരാൻ പോകുക. അമ്മേ, സ്തോത്രം, ഒരു ദിവസമല്ല, അമ്മേ, 10 ദിവസമല്ല, 20 ദിവസമല്ല, മൂക്കി കിടറങ്ങി ഓക്കാനം വരുവോളം, അമ്മേ, സ്തോത്രം, ദൈവത്തിന്റെ പൈതലെ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ നീ കരയുന്ന വിഷയത്തിന്റെ മേലെ, ഇപ്പോൾ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേലെ, അവൻ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ദൈവം നിന്നെ ആക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചാട്ടെ, ഇറച്ചു നിന്നിട്ട് മൂക്കിക്കിടറങ്ങി ഓക്കാനം വരുന്ന അവസ്ഥയാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഇറച്ചിയുടെ അടുത്തൂടെ പോകത്തില്ല. ഓ പറ, സ്വാതന്ത്ര്യത്തോടെ പറ. പിന്നെ ജീവിതത്തിൽ ഇറച്ചി കണ്ടാൽ അതേ സത്യം പോകത്തില്ല. ഹല്ലേലൂയ. കല്യാണത്തിന് വിളിച്ചാലും ചോദിക്കും, എന്താ ഫുഡെന്ന് ചോദിക്കും. ബിരിയാണി എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? അമ്മേ, സ്തോത്രം, മൂക്കിക്കിടന്ന് നിറഞ്ഞു നിൽക്കുക. ഹല്ലേലൂയ. ഇനി അങ്ങോട്ട് എല്ലാ സ്ഥലമില്ല, കണ്ടാൽ ഓക്കാനം വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ദൈവം പറയുന്നത്, ഇന്ന് നീ കരയുന്ന വിഷയം ജീവിതത്തിൽ ഒരിക്കലും കരയാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നീ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ മേലെ ജീവിതത്തിൽ ഒരിക്കലും ഭാരപ്പെടുവാൻ ദൈവം സമ്മതിക്കാതെ അത് സമൃദ്ധമായി നിറച്ചു തരുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വചനം പ്രവർത്തിക്കും, വചനം പ്രവർത്തിക്കും, ദൈവത്തിന്റെ ആരാധന പ്രവർത്തിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് 30 ദിവസം പ്രാപിക്കും. ഒരു ദിവസം തന്നിട്ട് ഇന്നത് മതി എന്ന് പറയത്തില്ല കേട്ടോ. 2 ദിവസം തന്നിട്ട് ഇത്രേ ഉള്ളൂ, ആമേൻ, സ്റ്റോക്ക് തീർന്നെന്ന് കർത്താവ് പറയത്തില്ല. കർത്താവ് കിളിവാതിൽ തുറന്നാൽ ഇടം മതിയാകാതെ വരുവുള്ളൂ, സ്ഥലം മതിയാകാതെ വരുവുള്ളൂ. അത് നിറഞ്ഞുകൊണ്ടിരിക്കും.
അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, അതിങ്ങനെ പ്രാപിച്ചുകൊണ്ടിരിക്കുക. അവൻ നിന്റെ സമൃദ്ധി നിന്ന് പോകത്തില്ല, നിന്റെ അനുഗ്രഹം നിന്ന് പോകത്തില്ല, നിന്റെ നന്മയ്ക്ക് മുടക്കം വരത്തില്ല. അത് പറയുന്നത് 30 നാളും അത് നിന്നെ നീ പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അത് മൂക്കിലിറങ്ങി ഓർക്കാനും വരും. ഇതൊക്കെ കേട്ടപ്പോ മോശയ്ക്ക് ഒരു സംശയം. വായിച്ചാട്ടെ. അപ്പോൾ മോശെ എന്നോട് കൂടിയുള്ള ജനം 6 ലക്ഷം കാലാളുണ്ട്. ഒരു മാസം മുഴുവൻ തിന്മാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുന്നത് നീ അരുളി ചെയ്യുന്നു. അവർക്ക് മതിയാവണ്ണം ആടുകളെ മാടുകളെ അവർക്ക് വേണ്ടി അറുക്കുമോ? അവർക്ക് മതിയാവണ്ണം സമുദ്രത്തിലെ മത്സ്യത്തെയൊക്കെ അവർക്ക് വേണ്ടി പിടിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു. മോശയ്ക്ക് ആ പ്രശ്നം. മോശ പറയുന്നതും നടക്കാത്ത കാര്യമാണ്. മോശ പറഞ്ഞ പിന്നെ വിശ്വാസികൾ അങ്ങനെ വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. മോശയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ പിന്നെ ദൈവമക്കളുടെ കാര്യം എന്തോ പറയാനാ? അമ്മേശോ ഫറവോന്റെ അടുപ്പത്തിൽ നിന്ന് ജനത്തെ വെടിവെക്കാൻ ചെന്ന അമ്മേ സ്തോത്രം. മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ അമ്മ നിന്റെ ജനം എന്നെ അനുസരിക്കുന്നില്ല. പിന്നെ ഫറവോൻ എങ്ങനെ? ഇത് ഞങ്ങളെ പോലുള്ള ദൈവദാസന്മാരുടെ കഷ്ടം. പലപ്പോഴും വെടിവെക്കണമെന്നൊക്കെ വിചാരിച്ചാൽ വരുന്ന ഡെലിവറൻസ് നോക്കിയാണ് വരുന്നത്. ഹല്ലേലൂയ. അമ്മേ പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും മോശ പറഞ്ഞ അനുഭവമാ. ജനം അനുസരിക്കുന്നില്ല, പിന്നെ ഫറവോൻ എങ്ങനെ അനുസരിക്കും? ഫറവോനെ ശാസിക്കാനാണ് ഞങ്ങൾ വരുന്നത്. പുസ്തകമൊക്കെ എടുത്തോണ്ട് വരുക. ദേശത്തെ ഫറവോന്റെ ശക്തിയെ ശാസിക്കാൻ ഞങ്ങൾ അഭിഷേകത്തോടൊക്കെ പ്രാർത്ഥിച്ച് ഉപവാസത്തോടൊക്കെ വരുക. ഇവിടെ വരുമ്പോഴാ ജനം സ്വതന്ത്രം ഹല്ലേലൂയ വെടിവെക്കട്ടെ. എന്തെങ്കിലും നടക്കുന്നെങ്കിൽ നടക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ഞായറാഴ്ച എന്റെ സഭയിൽ ഒരു സഹോദരി വന്നു. ഹല്ലേലൂയ. എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ദൈവദാസനുണ്ട്. എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ മുട്ടുപടക്കം. ഞാൻ കൈ ഇങ്ങനെ നീട്ടിയപ്പോ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇവിടെ പരീക്ഷിക്കാൻ വന്നതെന്ന് പറഞ്ഞു. ഇവിടെ എന്താ നടക്കുന്നതെന്ന് കാണാൻ വന്നതാ. ആദ്യമായിട്ട് വരുക. കഴിഞ്ഞ നാളുകൾ അനേകം വിടുതൽ നടന്നത് കേട്ടോണ്ട് വന്നതാ. കൈ വലിച്ചിട്ട് ഞാൻ ചോദിച്ചു, അമ്മ നീ ആരെ പരീക്ഷിക്കാനാ വന്നത്? എന്നെ പരീക്ഷിക്കാനോ ദൈവത്തെ പരീക്ഷിക്കാനോ? ഉടനെ പറഞ്ഞു, ഇവിടെ എന്താ നടക്കുന്നതെന്ന് കാണാൻ വന്നതാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഇറക്കിയതുണ്ട്, പ്രാപിച്ചിട്ട് പോകുന്നു. പ്രൈസ് ഹല്ലേലൂയ. ഇവിടുന്ന് ഇറക്കിയത് ചിലതുണ്ട്, വേണേ കൂടെ കൊണ്ടുവിടാം. അടുത്ത ആഴ്ച അമ്മ വിടുവിക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. പ്രൈസ് ഹല്ലേലൂയ. ചില പരിപാടി അങ്ങനെയുണ്ട് കേട്ടോ. അമ്മയെ ഇവിടെ കാണാൻ വന്ന വളരെ ഞങ്ങൾ ചിലരെ പറഞ്ഞു വിടും കൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇറക്കാൻ മാത്രമല്ല ചിലരെ പറഞ്ഞു വിടാനും അറിയാം. അമ്മ പിന്നെ വരും പ്രാപിച്ചത്. അമ്മയെ സ്തോത്രം ഇവിടെ പ്രാപിച്ചിട്ടുണ്ട്, വിടുവിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആ അനുഭവത്തിലല്ല ഇരിക്കേണ്ടത്, അമ്മ വിടുവിക്കപ്പെടുന്ന അനുഭവത്തിൽ ഇരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവദാസനായ മോശ പറയുന്നു, ഈ ജനത്തിനെല്ലാം കൂടെ ആടുകളെ മാടുകളെ ഇറക്കുവാൻ മീൻ പിടിച്ചു കൊടുക്കാൻ പറ്റൂ. സ്തോത്രം. കാരണം എന്താ? തല്ലുകൊള്ളുന്നത് മുഴുവൻ ആരാ? മോശയാ. കല്ലേറ് വരെ ഉണ്ട് കേട്ടോ. ദൈവദാസന്മാരുടെ കഷ്ടം, ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന കഷ്ടം ഈ തോത്രം നിങ്ങളാരും അല്ല കേട്ടോ. തോത്രം ഉള്ള കാര്യം പറയുക. പലപ്പോഴും ഒരു പറഞ്ഞതുപോലെ പ്രാണഭയമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടുന്നൊക്കെയാണ് തീയമ്പുകൾ വരുന്നതെന്ന് അറിയത്തില്ല. കാരണം എന്താ? ഇടിവിൽ നിൽക്കുക. ഹല്ലേലൂയ. സ്തോത്രം. അമ്മേ സ്തോത്രം. മോശ പറഞ്ഞു, ഇത് എവിടുന്ന് നടക്കാത്ത കാര്യമാകട്ടോ. മോശ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. കാരണം അമ്മ പുരുഷന്മാർ തന്നെ 6 ലക്ഷം പേരുണ്ട്. അതിൽ കൊടുക്കേണ്ടത് മരുഭൂമിയിൽ എത്ര ദിവസം കൊടുക്കണം? 30 ദിവസം ഇറച്ചി കൊടുക്കണം. ഈ 30 ദിവസം ഇറച്ചി കൊടുക്കാമെന്ന് ദൈവം പ്രോമിസ് ചെയ്തു. ഒരൊറ്റ ദിവസം മുടങ്ങി നോക്കണം, അപ്പോഴറിയാം ജനത്തിന്റെ സ്വഭാവം. സ്വോത്രം തീരും, പ്രാർത്ഥനയും തീരും. ഹല്ലേലൂയ. സ്നേഹവും കൈകൊടുക്കും. പിന്നെ കണ്ട കൈ പോലും കൊടുക്കാത്ത സ്വോത്രം പറയത്തില്ല. ഹല്ലേലൂയ. കാരണം എന്താ? പറഞ്ഞൊന്നും നടന്നിട്ടില്ലെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിലെ ദൈവമാണ് പറഞ്ഞത്, കൽപ്പിച്ചവൻ ചെയ്യുവാൻ മതിയായവൻ. ഹല്ലേലൂയ. മോശ സംശയിച്ച് നിൽക്കുക. മരുഭൂമിയിൽ നടക്കാത്ത കാര്യമാണ്. ഇന്ന് രാത്രിക്കാലം ഒരു പക്ഷെ പലരുടെ ഉള്ളത്തിൽ പറയും, ഇത് നടക്കാത്ത കാര്യമാണ്, ഇത് പ്രാപിക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല, ഇത് ദൈവോധനം വെറുതെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉള്ളത്തിൽ ചിന്തയുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന് പറയുവാൻ ഒരു മറുപടി ഉണ്ട്. അതിന് താഴത്തെ വാക്യം വായിച്ചോട്ടെ. യഹോവ മോശയോട് യഹോവയുടെ കൈ കുറുതായി പോയ ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്ന ജനത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. മരുഭൂമിയിലും അവൻ പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ നാം സേവിക്കുന്നത്. സംശയത്തിന്റെ വാക്കുകളുമായി മോശം നിൽക്കുമ്പോൾ ദൈവം പറയുന്നു, അമ്മേ ചോദ്യം യഹോവയുടെ കരം ഇന്ന് രാത്രികാലം നിന്നെ വെടിപ്പിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കരം കുറുതായി പോയോ? നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കരം കുറുതായി പോയോ? ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ബലമുള്ള കരം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനമേ, ഇന്ന് രാത്രികാലം അവന്റെ കരം നിനക്കായി നീട്ടിയിട്ടുണ്ട്.
എന്തിനാ നിന്നെ വിളിക്കുന്നത്? നീ എന്തിനാ സങ്കടപ്പെടുന്നത്? ഓ, ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ പറ, ഓ എന്റെ ദൈവത്താൽ സകലതും സാധ്യമെന്ന്, എന്റെ ദൈവത്താൽ സകലതും സാധ്യമെന്ന്. അവന്റെ കാലം കൂടുതലായിട്ടില്ല. Praise the Lord. Praise the Lord. യഹോവയുടെ കരം കുറുതായി പോയോ? എന്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും. Praise the Lord. Praise the Lord. പിന്നത്തെ രണ്ടര ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രിക്കാലം ഇവിടെ നടക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. Yes. Praise the Lord. ഇന്ന് രാത്രിക്കാലം നിന്റെ കണ്ണുകൊണ്ട് നന്മകൾ കാണാൻ പോവുകയാണ്. Glory to God. Praise the Lord. ഇപ്പോൾ ദൈവത്തിന്റെ വചനം നിവർത്തിയാകുമോ? കണ്ണുകൊണ്ട് കാണാൻ പോവുകയാണ്. Praise the Lord. സങ്കീർത്തനം 147:15 ഇങ്ങനെ വായിക്കുന്നു. ആമേൻ, സ്തോത്രം. യഹോവ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അത് അതിവേഗം ഓടുന്നു. ദൈവം കൽപ്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം പുറപ്പെടും. വിടുവിക്കുന്ന ദൈവത്തിന്റെ വചനം പുറപ്പെടും. Praise the Lord. Praise the Lord. Praise the Lord. ദൈവം കൽപ്പിച്ചാൽ ദൈവത്തിന്റെ വചനം അതിവേഗം ഓടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. രാത്രികാലം ഇരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ചില കണ്ണുനീർ ചാടി വരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ, ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൊണ്ട് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കണ്ണുകൊണ്ട് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവൻ കണ്ണിന്റെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ദൈവമാ. അവൻ ഗൂഢമായി പ്രവർത്തിക്കുന്ന ദൈവമല്ല. അവൻ മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന ദൈവമല്ല. കണ്ണിന്റെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. Glory, 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 glory. Jesus, Jesus, praise the Lord. Yes, hallelujah. Oh, Jesus. Oh, വിശ്വാസത്തിന്റെ കണ്ണ് തുറന്നാട്ട. ഓ, നിന്റെ മുമ്പിൽ ചില നന്മകൾ വെളിപ്പെടുക. നിന്റെ മുമ്പിൽ ചില നന്മകൾ വെളിപ്പെടുക. Praise the Lord. കണ്ണുകൊണ്ട് കാണാൻ പോകുന്ന ദൈവം പറഞ്ഞു. കണ്ണുകൊണ്ട് കാണാൻ പോവാ. അടുത്ത മാസം എന്നല്ല പറഞ്ഞത്, അടുത്ത വർഷത്തേക്കെന്നല്ല പറഞ്ഞത്, നാളെ എന്നല്ല പറഞ്ഞത്, ഇപ്പൊ കാണാൻ പോവുക. ഇപ്പൊ കാണാൻ പോവുക. ഇന്ന് രാത്രികാലം പ്രവർത്തിക്കുക ദൈവം. അതിന്റെ 31 വാക്യം വായിച്ചാട്ടെ. സംഖ്യാപുസ്തകം 11 31 വാക്യം വേഗം. ഹല്ലേലൂയ. ഒരു കാറ്റൂതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന പാളയത്തിന്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങനെ പാളയത്തിന്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം 2 മുഴം അടുത്ത് പറന്നു നിൽക്കുവാറാണ്. അതിന്റെ സങ്കീർത്തനം 74:14 വായിച്ചാട്ടെ. സമയം വളരെ കടന്നു പോകുന്ന, വേഗം വേണം. 74. ലിവ്യതയുടെ തലകളെ തകർത്തു മരുഭൂവാസികളായ ജനത്തിന്. ഇന്ന് രാത്രികാലം കരയുന്ന ദൈവജനമേ, ഓ നിന്റെ നന്മ തടഞ്ഞു വെച്ചിട്ട് ചില ലിവ്യതയുടെ തല ഇവിടെ തകർക്കപ്പെടാൻ പോവുകയാണ്. നാടുകളെ നിന്നെ കണ്ണുനീരിലാക്കിയിരിക്കുന്ന ദുഷ്ടന്റെ തല ഇവിടെ തകരാൻ പോവുകയാണ്. ഇന്ന് രാത്രികാലം ഇവിടെ ഡെലിവറൻസ് നടക്കാൻ പോവുകയാണ്. മരുഭൂപ്രയാണത്തെ കട്ടറിലിട്ടുകൊണ്ട്, നിന്റെ ഇറക്കത്തിലിട്ടുകൊണ്ട്, നിന്റെ ഉയർച്ചയെ തടഞ്ഞുകൊണ്ട്, നിന്റെ ഭാവിയെ കെട്ടിക്കൊണ്ട്, തലമുറയെ ബന്ധിച്ചിരിക്കുന്ന ദുഷ്ടന്റെ ശക്തി ഇന്ന് രാത്രികാലം ഇവിടെ തകരുകയാണ്.
ഇന്ന് മരുഭൂമിയിലെ ജനം അവർ സമൃദ്ധിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക, അവർ ഇറച്ചിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ ദൈവം പറയുന്നു, ലിവ്യാഥാന്റെ തല തകരണം, മരുഭൂമിയിലെ കഷ്ടത മാറാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിന്റെ കണ്ണുനീര് മാറണമെങ്കിൽ അവൻ ചില തകരേണ്ടതുണ്ട്. ആരാണ് ലിവ്യാഥാൻ? വായിക്കാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം 1-ാം വാക്യം മുതൽ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം 1-ാം വാക്യം മുതൽ. അന്നാളിൽ യഹോവ കടുപ്പവും ബലവുമുള്ള വലിപ്പവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാഥാനെയും വക്രസർപ്പമായ ലിവ്യാഥാനെയും രാത്രികാലം വക്രസർപ്പത്തിന് തല തകരും, വിദ്രുത സർപ്പമായ ലിവ്യാഥാന്റെ തല തകരും. ഓ മനുഷ്യന്റെ നന്മകളെ തലക്കകത്ത് വെച്ചിട്ട്, ഇസ്രായേൽ ജനത്തിന്റെ നന്മകളെ തലക്കകത്ത് വെച്ചിട്ട് അങ്ങനെ അധികാരത്തോടെ നിൽക്കുന്നത് ഉൾക്കൊണ്ടതല്ല. എന്ന് രാത്രികാലം തകരപ്പെടുമ്പോൾ മരുഭൂമിയിൽ നന്മ പുറപ്പെടും. ഓ ഗ്ലോറി. ഇസ്രായേൽ നിന്നെ കരയിക്കുന്നത് ദൈവമല്ല, നിന്നെ കരയിക്കുന്നത് ദുഷ്ടനാ. ഹല്ലേലൂയ. നിന്റെ നന്മ അവന് തലക്കകത്ത് വെച്ചിരിക്കുക. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിലെ ജനത്തിന്റെ കഷ്ടത മാറണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, സിംഗപ്പൂരിൽ നിലവിളിക്കുന്ന ദൈവത്തിന്റെ നിന്റെ കഷ്ടത മാറണമെങ്കിൽ, നിന്റെ പാളയത്തിൽ നന്മ വരണമെങ്കിൽ, നിന്റെ ഭവനത്തിൽ നന്മ ഉണ്ടാകണമെങ്കിൽ, നിന്റെ നന്മയെ പിടിച്ചു വച്ചിരിക്കുന്ന ദുഷ്ടന്റെ തല തകരണം. മനസ്സിലായോ? ദൈവത്തെ ചോദിച്ചാട്ടെ. ഓ പ്രൈസ് ദി ലോർഡ്. ജയത്തിന്റെ ഘോഷം മുഴുവൻ, ജയത്തിന്റെ ഘോഷമാവിടെ, ജയത്തിന്റെ ഘോഷമാവിടെ. ഓ ഹല്ലേലൂയ. മന്ദതയുടെ ശബ്ദമല്ല, മന്ദതയുടെ ശബ്ദമല്ല, ജയത്തിന്റെ പേര് മുഴുവൻ. അന്നാളിൽ കടുപ്പവും വലിപ്പവും ബലവുമുള്ള വാളുകൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാഥാനെയും വക്രസർപ്പമായ ലിവ്യാഥാനെയും സന്ദർശിക്കും. ഓ സന്ദർശിക്കുന്നവൻ കൽപ്പന പുറപ്പെടുവിച്ചു. അത് വായിക്കാം. അത് വായിച്ചത് സംഖ്യാപുസ്തകം 11:31. അനന്തരം യഹോവ ഒരു കാറ്റയച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവം കൽപ്പിച്ചിട്ട്